ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ പഴയ ഫ്രണ്ട്സുമായിട്ട്, അതായത് കോളേജ് ഫ്രണ്ട്സുമായിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ്. ടൂറിസ്റ്റ് കേന്ദ്രമായ വർക്കലയ്ക്കടുത്തുള്ള വക്കം പണയിൽക്കടവിലാണ് നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പണയിൽക്കടവ് പാലത്തിൻ്റെ സൈഡിലുള്ള മെഡോസിൽ നിന്നാണ് ബോട്ടിങ്. വക്കം പണയിൽക്കടവ് കായൽ ചുറ്റി അകത്തുമുറി പാലത്തിനടിയിലൂടെ യാത്ര ചെയ്ത് പൊന്നിൻതുരുത്ത് സന്ദർശിച്ച് മെഡോസിനടുത്ത് തന്നെയുള്ള ഒരു റിസോർട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങാനാണ് പ്ലാൻ. എല്ലാവരും എത്തിയല്ലോ. ഇതാ ആ കാണുന്നതാണ് നമ്മുടെ ബോട്ട്. കുറച്ചു നേരം നിങ്ങൾക്ക് ഇടവേള. അങ്ങനെ നമ്മൾ പൊന്നിൻതുരുത്ത് ദ്വീപിലെത്തി. ഗോൾഡൻ ഐലൻഡ്, വളരെ ശാന്തമായ സ്ഥലം. പണയിൽക്കടവിൽ നിന്ന് വളരെ ചെറിയ ദൂരമേ ഉള്ളൂ ഈ തുരുത്തിലെത്താൻ. ഇവിടെ ആൾപ്പാർക്കുള്ള സ്ഥലമൊന്നുമില്ല. പിന്നെ 3 ക്ഷേത്രങ്ങളുണ്ട്: ശിവപാർവതി ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രം, ഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങൾക്ക് 300 വർഷം പഴക്കമുണ്ടത്രേ. ദിവസവും പൂജയുമുണ്ട്. ഇതാ ആ കാണുന്നതാണ് ശിവപാർവതി ക്ഷേത്രം. ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. കൂടാതെ വാസുകി പ്രതിഷ്ഠ, അനന്തശേഷൻ പ്രതിഷ്ഠ എന്നിവയും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഒറ്റ ദിവസം കൊണ്ട് ഷർട്ട് വെച്ചാൽ സ്ഥലത്തിന് പൊന്നിൻതുരുത്ത് എന്ന പേര് വരാൻ കാരണം രാജഭരണകാലത്ത് ആറ്റിങ്ങൽ കൊട്ടാരവും മറ്റു രാജകുടുംബങ്ങളും ഒക്കെ ആയിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ നിധിയും മറ്റു ആഭരണങ്ങളും ഒക്കെ ഈ തുരുത്തിൽ കൊണ്ട് കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്നു. അന്നിവിടെ വലിയ കാടാണത്രേ. ഇപ്പോഴും കാട് തന്നെ. പിന്നെ യുദ്ധമെല്ലാം കഴിഞ്ഞ ശേഷം നിധിയെല്ലാം തിരിച്ചെടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നു. അപ്പോൾ ആരും നിധിയെ നിന്ന് തപ്പണ്ട കേട്ടോ, എല്ലാം കൊണ്ടുപോയി.
കുട്ടി പിടിച്ചു നിൽക്കുന്ന ഗീത ശ്രദ്ധിക്കുക. ഷോൾ നല്ലോണം പിടിക്കുക. വെള്ളത്തിൽ പോയ ഒരു പ്രശ്നം കാണും. സ്ഥലത്തിന് പൊന്നിൻ തുരുത്ത് എന്ന് പേര് വരാൻ മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട്. നവംബർ ഡിസംബർ സമയം, അതായത് സൺസെറ്റ് സമയത്ത് ഐലൻഡും ഈ കായലും മൊത്തം ഗോൾഡ് നിറമാവും അത്രേ. അതാണ് ഗോൾഡൻ ഐലൻഡ്. അങ്ങനെ നമ്മൾ പൊന്നിൻ തുരുത്തുമൊക്കെ കണ്ടു കഴിഞ്ഞ് അടുത്തുള്ള റിസോർട്ടിൽ ഊണ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള സ്ഥലം, വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ പ്ലേസാണ്. ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ ചെലവിടാനായിട്ട് പറ്റിയ സ്ഥലമാണ്. പറ്റുന്നവരൊക്കെ വന്ന് കാണുക. നേരത്തെ ഓണം കണ്ടേ വീഡിയോ നോക്കിയപ്പോ ഓടി വരാൻ Thank you so much. സമയമായതുകൊണ്ടാണ് മാറ്റാത്തത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർഷവും ഇതേപോലെ നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്ത് ഒരുമിച്ച് കൂടാം. അതെ, വീണ്ടും നമുക്ക് അടുത്ത വീട്ടിൽ വരുന്നതായി കാത്തിരിക്കാം.